രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ്. ആദ്യം അവർക്ക് അറബി അക്ഷരങ്ങൾ ഓരോന്നും അറിയുമോ എന്ന പരിശോധന നടത്തണം. രണ്ടാമത്തത്, കൂട്ടിയെഴുത്തിൽ നിന്നും അക്ഷരത്തെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മൂന്നാമത്, അവർക്ക് ചിഹ്നങ്ങൾ അറിയുമോ എന്ന് പരിശോധിക്കണം. നാലാമത്, അവർക്ക് രണ്ടക്ഷരങ്ങൾ കൂട്ടി എഴുതുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ. പിന്നീട് മൂന്നക്ഷരങ്ങൾ, പിന്നീട് നാലക്ഷരങ്ങൾ, അതും വ്യത്യസ്ത ചിഹ്നങ്ങൾ. അങ്ങനെ ഓരോന്നും ക്രമപ്രകാരം പരിശോധന നടത്തണം. എന്നിട്ട് എവിടെയാണ് കുട്ടി പ്രയാസം അനുഭവിക്കുന്നത് അത് നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. പിന്നെ അവർക്ക് വായിക്കാനൊക്കെ കിട്ടുന്നുണ്ട്, കൂട്ടി വായിക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ ഖുർആൻ എടുക്കുന്ന സമയത്ത് അതിൽ നോക്കി ഓതാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ ഖുർആനിൽ നമ്മൾ എഴുത്തിൽ കാണുകയും എന്നാൽ പാരായണത്തിൽ ഉച്ചരിക്കാതിരിക്കുകയും ചെയ്യുന്ന ധാരാളം അക്ഷരങ്ങളുണ്ട്. ചില ചിഹ്നങ്ങൾ അവർ തിരിച്ചറിയാത്തതാവാം. അതുപോലെ തന്നെ എഴുത്തിൻ്റെ രീതികൾ അവർക്ക് മനസ്സിലാകാത്തതാവാം. എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് അവരെ നമുക്ക് ഖുർആൻ പാരായണം പഠിപ്പിക്കാൻ കഴിയും. ഈ പ്രശ്നങ്ങളെ കൃത്യമായി അസസ്മെന്റ് ചെയ്യാനും നിങ്ങളുടെ മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ സഹായിക്കും.